ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകത്തിലെങ്ങും, പ്രത്യേകിച്ച് ആധ്യാത്മിക മേഖലകളിൽ അനേക പ്രബോധനങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് വിവേചിക്കാൻ പറ്റാത്ത വിധം അത്ര സങ്കീർണമായി ആധ്യാത്മിക മണ്ഡലം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആവശ്യം വരദാനങ്ങളും കൃപകളും ഇതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മളിന്ന് ഒരു വചനം ചിന്തിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. അവിടെ ഇപ്രകാരമാണ് വചനം നമ്മളോട് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 9-ാം തിരുവചനം. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. സമുദ്രം ജലത്താൽ നിറയുന്നത് പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ നടത്തിയ ഒരു പ്രവചനം, ഒരു പ്രൊഫസിയാണ് ഈ വചനമെന്ന് പറയുന്നത്. ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആവശ്യം ദൈവരാജ്യത്തിലേക്കുള്ള വഴിയിൽ ക്രിസ്തുവിനെ അനുഗമിച്ച് മുൻപോട്ട് പോകുമ്പോൾ അനേകം വ്യാജ പ്രബോധനങ്ങളും വ്യാജ പ്രവാചകന്മാരും ഇന്ന് നിലനിൽക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്കുള്ള വഴിയിൽ ക്രിസ്തുവിനെ അനുഗമിക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു വരമെന്ന് പറയുന്നത്, ഒരു കൃപയെന്ന് പറയുന്നത് ദൈവിക ജ്ഞാനമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, സമുദ്രം ജലത്താൽ നിറഞ്ഞ് കവിയുന്നത് പോലെ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണം. ഈ ഭൂമുഖത്തെ മുഴുവനും ലോകം മുഴുവനെയും അങ്ങയുടെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. സത്യത്തിൽ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മളിന്ന് ഒരു പ്രതിസന്ധി വരുമ്പം ആധ്യാത്മിക ഗുരുക്കന്മാരുടെ അടുക്കൽ അഭയം തേടാറുണ്ട്, ഉപദേശങ്ങൾ തേടാറുണ്ട്. നല്ലതാണ്. പ്രത്യേകിച്ച് വൈദികരുടെ അടുക്കൽ, ആധ്യാത്മിക ശുശ്രൂഷ നയിക്കുന്ന ആത്മീയ ഗുരുക്കന്മാരുടെ അടുക്കലൊക്കെ ഉപദേശം തേടി ചെല്ലാറുണ്ട്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ അവർ നൽകുന്ന ഉപദേശങ്ങൾ പലപ്പോഴും അതിന് സമാനമായ മറ്റൊരു സംഗതി, മറ്റൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്താൽ ഒരുപക്ഷെ വിജയിക്കണമെന്നില്ല. കാരണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ 3 വയസ്സായ ഒരു കുട്ടിക്ക് ഒരു ഉടുപ്പ് വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ ചെന്നു. 3 വയസ്സായ കുട്ടിക്ക് ഒരു ഉടുപ്പ് വേണമെന്ന് നമ്മൾ കടയിൽ ചെന്ന് ആ കടക്കാരനോട് പറഞ്ഞു. അദ്ദേഹം ഒരു ഉടുപ്പ് തരും. 75% 3 വയസ്സുള്ള കുട്ടിക്ക് അവർ തരുന്ന ഉടുപ്പ് പാകമായിരിക്കും. എന്നാൽ ചില കേസുകളിൽ 3 വയസ്സിൽ പ്രായത്തിൽ കൂടുതലുള്ള വളർച്ച ചില കുട്ടികൾക്കുള്ളതുകൊണ്ട് 3 വയസ്സ് ഉള്ള ആ കുട്ടിയുടെ ഉടുപ്പ് നമ്മൾ കൊണ്ടുവരുന്ന ആ കുട്ടിക്ക് പാകമാകണമെന്ന് ഇല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഒരുപക്ഷെ സമാനമായിട്ടുള്ള സംഗതികൾ വരുമ്പോഴും ആധ്യാത്മിക ഗുരുക്കന്മാരിൽ നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ ഒരുപക്ഷെ സമാന്തരമായ പല കേസുകളിൽ പോലും ചേർന്ന് പോകണമെന്ന് ഇല്ല. അവിടെയാണ് ദൈവിക ജ്ഞാനത്തിൻ്റെ ആവശ്യം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അനുനിമിഷവും ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നല്ലത്, ഏതാണ് എനിക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള
ബോധ്യം അല്ലെങ്കിൽ തിരിച്ചറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഇതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 30-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഒരു വചനം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ തിരുവചനം. ആ വചനം ഇപ്രകാരമാണ് പറയുന്നത്: നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നമ്മൾ യാത്ര ചെയ്ത് മുന്നേറുമ്പോൾ, ജീവിതത്തിൻ്റെ ഓരോ നാൽക്കവലകളിലും നമ്മൾ എത്തി നിൽക്കുമ്പം നമ്മളുടെ പിന്നിൽ നിന്ന് ദൈവം ഒരു സ്വരം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഇത് ദൈവിക ജ്ഞാനമാണ് പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ നമുക്കറിയാം, ദൈവം സംസാരിക്കുന്നത് എപ്പോഴും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അഗ്നിയിൽ കർത്താവില്ലായിരുന്നു, ഇതാ ഭൂകമ്പത്തിൽ കർത്താവില്ലായിരുന്നു. ഇതെല്ലാം അടങ്ങിയതിന് ശേഷം ഒരു മൃദുസ്വരം കേട്ടു. ദൈവത്തിൻ്റെ സ്വരം എപ്പോഴും മൃദുസ്വരമായിരിക്കും, എപ്പോഴും മൃദുസ്വരമായിരിക്കും. ഒരുപക്ഷെ നമ്മൾ മദ്യപിക്കാനായിട്ട് ഇതാ മദ്യശാലയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പം മദ്യപിക്കണം എന്നുള്ള ചിന്ത, ആ പ്രലോഭനം നമ്മളുടെ ഉള്ളിൽ ശക്തമായി വരുമ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു മൃദുസ്വരം കേൾക്കുന്നുണ്ട്: അരുത്, നീ അതിലെ പോകരുത്, ആ വഴിയെ പോകരുത്. ശക്തമായ പാപപ്രലോഭനങ്ങളുണ്ടായി ഒരു പാപത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പം ഈ പാപപ്രലോഭനം വളരെ ശക്തമായിരിക്കും, വളരെ തീവ്രമായിരിക്കും, അതിശക്തമായ സ്വരമായിരിക്കും പാപം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കോണിലെവിടെയോ ഒരു മൃദുസ്വരം കേൾക്കുന്നുണ്ടാകും: അത് ചെയ്യരുത്, അതിലെ പോകരുത്. പ്രിയപ്പെട്ടവരെ, ഈ മൃദുസ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആന്തരികമായ ഒരു നിശബ്ദത നമുക്കുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവർ, ഇതുകൊണ്ടാണ് നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. കുറച്ച് സമയം ശാന്തമായി നമ്മൾ പ്രാർത്ഥിക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ദൈവത്തോട് കുറേ കാര്യങ്ങൾ പറയുകയാണ്. എനിക്ക് വീട് വേണം, കാറ് വേണം, ജോലി വേണം, IELTS പരീക്ഷ പാസ്സാവണം, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകണം, മക്കളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കണം. ഇങ്ങനെ അനേക കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. നമ്മളുടെ സംസാരമെല്ലാം അവസാനിപ്പിച്ച് ഇനി നമ്മൾ ദൈവസ്വരത്തിന് വേണ്ടി കാതോർക്കണം. നമ്മൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം ഇതാ ദൈവത്തിൻ്റെ ഒരു സ്വരത്തിന് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കാതോർക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു മൃദുസ്വരം നമ്മളുടെ ഉള്ളിൽ നിന്ന് പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും: ഈ വഴിയെ പോകണം, ഇതിലെ പോകരുത്. ഇതാ ഈ സ്വരം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇത് എത്രത്തോളം നമ്മൾ ശക്തിപ്പെട്ടു വരുന്നോ, എത്രത്തോളം നമ്മൾ ഈ ദൈവവുമായിട്ട് ഒന്നായി ചേർന്ന് ദൈവത്തിൻ്റെ സ്വരത്തിന് വില കൊടുത്ത് മുമ്പോട്ട് പോകുന്നോ, അത്രത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഈ ദൈവിക സാന്നിധ്യം നമ്മളെ നയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവർ, അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വാക്കുകൾക്കും വചനങ്ങൾക്കും അനുസരിച്ച് മുമ്പോട്ട് പോയി ദൈവിക ജ്ഞാനത്തിൽ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കാം. അതുകൊണ്ട് കർത്താവ് പറയുന്നു, സമുദ്രം ജലത്താൽ നിറയുന്നത് പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ കൃപ, ദൈവിക ജ്ഞാനം നമ്മളിലുണ്ടെങ്കിൽ മറ്റാരും നമ്മളെ പഠിപ്പിക്കേണ്ടതില്ല. മറിച്ച് ആ ദൈവത്തിൻ്റെ ജ്ഞാനം ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും നമ്മളെ പഠിപ്പിക്കും. ഞാൻ ഓർക്കാണ്, ഈ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ മേഖലയിൽ
ഒക്കെ ഉള്ള ഒരു ക്രിസ്ത്യാനികളുടെ നസ്രാണികളുടെ ഇടയിലുള്ള ഒരു ആചാര്യമാണ്, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ. വിവാഹത്തിൻ്റെ തലേ ദിവസം ഈ മണവാളനെയോ മണവാട്ടിയോ എതിരേൽക്കുന്ന ഒരു ചടങ്ങുണ്ട്, എതിരേൽപ്പ് എന്ന് പറയും. അത് പിറ്റേ ദിവസം വിവാഹത്തിൻ്റെ കൂദാശ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴും ഈ ചടങ്ങ് നടത്തും. പാരമ്പര്യമായിട്ട് ഈ മധ്യ തിരുവിതാംകൂർ ഭാഗത്തുള്ള സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടന്നു വരുന്ന ഒരു ആചാര്യമാണിത്. അമ്മയായിരിക്കും സാധാരണ ഈ കർമ്മം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഭർത്താവ് മരിച്ച് വിധവകളായി തീർന്നിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെയുള്ള ചടങ്ങുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമവും ഒരു പാരമ്പര്യവും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പല ദേവാലയങ്ങളിലും ശുശ്രൂഷ ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ പല വിവാഹങ്ങളിൽ പങ്കെടുക്കുമ്പോഴും കണ്ടിട്ടുള്ളൊരു കാഴ്ച, നൊന്ത് പ്രസവിച്ച് അമ്മ സ്വന്തം മകൻ്റെ വിവാഹത്തിൽ ഈ എതിരേൽക്കാനായിട്ട് കാത്തിരിക്കുമ്പോൾ ഒരു വിധവ എന്നുള്ള പേരിൽ, ഭർത്താവ് മരിച്ചു എന്നുള്ള പേരിൽ പലപ്പോഴും പല കുടുംബങ്ങളിൽ നിന്ന് അമ്മമാരെ ആ കർമ്മം ചെയ്യുന്നതെന്ന് മാറ്റി നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ പിതാവ് വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. എനിക്കൊരു സഹോദരനുണ്ട്. അങ്ങനെ വളരെ ത്യാഗം എടുത്തും വളരെ കഷ്ടപ്പെട്ടുമാണ് ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും മധ്യത്തിൽ നിന്ന് എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തിയത്. അങ്ങനെ എൻ്റെ അനുജൻ്റെ വിവാഹം വരുന്ന സമയത്ത് എൻ്റെ ബന്ധുമിത്രാദികളും മറ്റ് ആളുകളുമെല്ലാം പറഞ്ഞു, അമ്മ ഒരു വിധവയായതുകൊണ്ട്, ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആയതുകൊണ്ട് ഒരിക്കലും മണവാള ചെറുക്കനെ എതിരേൽക്കാൻ അമ്മയ്ക്ക് സാധിക്കുകയില്ലല്ലോ, മറ്റാരെങ്കിലും അത് ഏൽപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ നൊന്ത് പ്രസവിച്ച അമ്മ, അപ്പൻ മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് കഷ്ടപ്പാടുകളിലൂടെയും ത്യാഗത്തിലൂടെയും ഞങ്ങളെ വളർത്തിയ ഒരമ്മ, ഈ അമ്മയ്ക്ക് ഈ ചടങ്ങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റാരും ഇത് ചെയ്യേണ്ടതില്ല എന്ന് തീർത്തു പറഞ്ഞു. അതുകൊണ്ട് ഇത് ചെയ്യാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഇത് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു കൊള്ളാമെന്ന് ഞാനും എൻ്റെ സഹോദരനും പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞങ്ങളുടെ അമ്മ തന്നെ ആ കർമ്മങ്ങളെല്ലാം ചെയ്തു. ഇന്നും എൻ്റെ സഹോദരൻ നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, അനേകം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മധ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ദൈവം 3 വഴികളിലൂടെയാണ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്. ഒന്ന്, മാതാപിതാക്കന്മാരിലൂടെ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെട്ട് കിട്ടാറുണ്ട്. പലപ്പോഴും പൗരോഹിത്യത്തിലൂടെ, പുരോഹിതന്മാരിലൂടെ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെട്ട് കിട്ടാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നമ്മളുടെ ഗുരുസ്ഥാനീയരിലൂടെയും ദൈവീക വെളിപാടുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ചാലുകളിൽ എവിടെയെങ്കിലും നമ്മൾക്ക് ബന്ധത്തകർച്ചകൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞോണം അതൊരിക്കലും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന്. അതുകൊണ്ട് ഈ ദൈവിക ജ്ഞാനം നിറയുമ്പം നമുക്ക് ഏതാണ് നല്ലത്, ഏത് വഴിയാണ് നമ്മൾ പോകേണ്ടതെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉള്ള മറ്റൊരു പ്രതിഭാസമാണ്, നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? കുറച്ച് ദിവസത്തേക്ക് മറ്റൊരു ചടങ്ങുകളിലും പങ്കെടുക്കാതെ, പുറത്തു പോകാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അനേക വ്യക്തികളെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ വ്യക്തി നമ്മളിൽ നിന്ന് മരണമടഞ്ഞു പോയി, വീണ്ടും ഞാനിനി മറ്റ് പൊതു സമൂഹത്തിൽ മറ്റ് ചടങ്ങുകൾക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ പങ്കെടുത്താൽ അതൊരു തെറ്റായ കാര്യമാണെന്ന് വിചാരിക്കുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും, പ്രത്യേകിച്ച് സുറിയാനി സഭയെ സംബന്ധിച്ച്, ഒരാൾ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് പോയാൽ മരണമടഞ്ഞു പോവുക എന്നല്ല നമ്മൾ വിളിക്കുക, മറിച്ച് വാങ്ങിപ്പോവുക എന്നുള്ളതാണ്. വാങ്ങിപ്പോവുക എന്താണ്? മരിച്ചു പോവുകയും വാങ്ങിപ്പോവുകയും തമ്മിലുള്ള ആ വാക്കിൻ്റെ വ്യത്യാസം എന്താണ്? ഒരാൾ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അയാൾ ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം എന്നേക്കുമായി ആ ജോലിയിൽ നിന്ന് വിരമിക്കുമെന്നോ അല്ലെങ്കിൽ ആ ജോലി അദ്ദേഹത്തിന് നഷ്ടമാവുമെന്നോ ഒന്നുമല്ല, മറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഓരോ ക്രിസ്ത്യാനിയുടെയും അവൻ്റെ പ്രത്യാശയും അല്ലെങ്കിൽ അവളുടെ പ്രത്യാശയും ലക്ഷ്യവും എല്ലാം മറ്റൊരു സ്ഥലം, ദൈവരാജ്യത്തിലേക്ക് കടന്നു പോവുക, മാലാഖമാരും വിശുദ്ധരുമെല്ലാം പരിശുദ്ധ അമ്മയും എല്ലാമുള്ള ആ ദൈവരാജ്യത്തിൽ ആ നിത്യമായ സന്തോഷത്തിലേക്ക് കടന്നു പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ ജീവിതം എന്നാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് സുറിയാനി സഭയുടെ ആരാധനയിൽ നമ്മൾ ഇങ്ങനെ പാടുന്നുണ്ട്, എന്താണ്? താൽക്കാലികമായ വിദേശവാസം അവസാനിപ്പിച്ച്. പ്രിയപ്പെട്ടവരെ, താൽക്കാലികമായ വിദേശവാസം അവസാനിപ്പിച്ച്. നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് ഗൾഫിലും യൂറോപ്പിലുമൊക്കെ ജോലി ചെയ്യാൻ പോകുന്നവരാണ്. നമ്മൾ ഗൾഫിൽ ചെന്നാൽ അല്ലെങ്കിൽ 10-15 വർഷം അവിടെ ജോലി ചെയ്ത് കുടുംബം ഇവിടെയാണ്. അവിടെ താമസിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഉള്ളൊരു ചിന്ത എന്ന് പറയുന്നത്, ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പണമൊക്കെ സമ്പാദിച്ചാൽ ഈ താൽക്കാലികമായ ഈ വിദേശവാസം അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് എൻ്റെ ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും അടുത്തേക്ക്, എൻ്റെ സ്വന്തം നാട്ടിലേക്ക് കടന്നു പോകണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പം ഈ താൽക്കാലികമായ ഈ വിദേശവാസം അവസാനിപ്പിച്ച് നിത്യമായ സന്തോഷത്തിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ് എന്നുള്ളൊരു ബോധ്യം സഭ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ലോകത്തിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മളിവിടുന്ന് വാങ്ങിപ്പോവുകയാണ്. നമ്മളുടെ ജീവിതം അവസാനിക്കുകയല്ല, മറിച്ച് നിത്യമായൊരു സന്തോഷത്തിലേക്ക് നമ്മൾ വാങ്ങിപ്പോവുകയാണ്. അതുകൊണ്ടാണ് സഭ ഇതിനെ വാങ്ങിപ്പോയവരുടെ ഓർമ്മ എന്നാണ് നമ്മൾ പറയുന്നത്. മരിച്ചു പോകുക എന്നല്ല പറയുന്നത്, മറിച്ച് വാങ്ങിപ്പോവുക എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരാളെ ദുബായിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് യാത്രയാക്കാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും യാത്രയാക്കുമ്പം എന്നേക്കുമായി ആ വ്യക്തി നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു ബോധ്യത്തിലല്ല നമ്മൾ യാത്രയാക്കുന്നത്, മറിച്ച് എന്താണ്? അവർ തിരിച്ചു വരും. അയാൾ തിരിച്ചു വരും. കാരണം താൽക്കാലികമായി എന്ത് ചെയ്യുകയാണ്? കടന്നു പോവുകയാണ്. പക്ഷേ അയാൾ തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യം തന്നെയാണ് പരിശുദ്ധ സഭ നമുക്ക് നൽകുന്നത്. നമ്മളിവിടെ താൽക്കാലികമായിട്ടാണ് ഈ സ്ഥലത്തായിരിക്കുന്നത്. നമ്മൾക്ക് നിത്യമായൊരു സ്ഥലത്തേക്ക് കടന്നു പോകണം. അതുകൊണ്ട് തന്നെ മരണം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒന്നാണ്. മറിച്ച് എന്താണ്? ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാം. അതുകൊണ്ട് അതിൽ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, മറിച്ച് ആ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തമ്പുരാനോട് കൂടെ ആയിരിക്കാനും വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ അനേക കാര്യങ്ങൾ നമ്മുടെ ലോകത്തിൽ നടക്കുമ്പോൾ ഇവയെ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ക്രിസ്തുവിൻ്റെ ജ്ഞാനം, ദൈവിക ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ജ്ഞാനത്തിനു വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മളെ നയിക്കേണ്ടത് ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനമാണ്. പ്രിയപ്പെട്ടവരെ, സമുദ്രം ജലത്താൽ നിറയുന്നത് പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഇതുകൊണ്ട് ജ്ഞാനമില്ല എങ്കിൽ അബദ്ധ പ്രബോധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയും നമ്മൾ അതിനനുസരിച്ച് സഞ്ചരിക്കുകയും, പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ജീവിതം അന്ധകാരത്തിലാകുകയും ചെയ്യും. ഇതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നിൽ വസിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. യോഹന്നാൻ 10:10 അവിടുന്ന് പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യോഹന്നാൻ 14:6 യേശു പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ വഴി എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്നു. ഈ ക്രിസ്തുവാകുന്ന വഴിയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയാൽ, ഈ ക്രിസ്തുവാകുന്ന വഴിയിൽ നിന്ന് നമ്മൾ വഴിമാറി സഞ്ചരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്തുന്നത് തകർച്ചയുടെ വഴിയിലേക്കായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന വഴിയിൽ മുന്നേറാൻ, ക്രിസ്തുവിൻ്റെ പാതയിൽ മുന്നേറാൻ ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. എല്ലാ തെറ്റിൻ്റെയും ഉറവിടം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്, അജ്ഞതയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇഗ്നോറൻസ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ബോണ്ടേജ് എന്ന് തത്വചിന്തകന്മാർ പറയുന്നുണ്ട്. എല്ലാ തെറ്റുകളുടെയും പാപത്തിൻ്റെയും അടിസ്ഥാന കാരണം അറിവില്ലായ്മയാണ്. പ്രിയപ്പെട്ടവരെ,
നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ നടക്കുന്ന ആദ്യ പാപം തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹവ്വയോട് സർപ്പം വന്നിട്ട് പറയുന്നുണ്ട്, നീ ഈ പഴം പറിച്ച് തിന്നാൽ ദൈവത്തെ പോലെയാകും. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഹവ്വ ആ പഴം പറിച്ച് തിന്നത് തൻ്റെ അറിവില്ലായ്മ മൂലമാണ്. കാരണം ഓൾറെഡി അവർ ദൈവത്തെ പോലെ ആയിരുന്നു. നമുക്കറിയാം, സൃഷ്ടികർമ്മത്തിൽ ദൈവം പറയുന്നത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സത്യത്തിൽ ദൈവത്തെ പോലെ തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ബോധ്യം, ഈ സത്യം അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന്. ഈ സത്യം തിരിച്ചറിയാൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ട് പിശാച് വന്ന് ഒരു നുണ പറഞ്ഞപ്പോൾ അവർ ആ നുണയിൽ വിശ്വസിച്ചു. ഇനി തങ്ങൾ ദൈവത്തെ പോലെ ആണെന്നുള്ള ബോധ്യം ഹവ്വായ്ക്കുണ്ടായിരുന്നെങ്കിൽ ഹവ്വ പിശാചിനോട് പറഞ്ഞേനെ, പിശാചേ, നീ വേറെ പണി നോക്കണം, ഞങ്ങളിപ്പോൾ ദൈവത്തെ പോലെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സത്യം അറിയാത്തതുകൊണ്ട് നമ്മൾ പിശാച് പറയുന്ന പല നുണക്കഥകളിലും വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് സത്യമാകുന്ന ക്രിസ്തു, സത്യമാകുന്ന വചനത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ അനന്തജ്ഞാനം, സൃഷ്ടിയിൽ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന ആ ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോഴാണ് ഈ ഭൂമിയിലെ ദൈവിക പ്രവർത്തനങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ തലകളെ വണങ്ങി കണ്ണുകളടച്ച് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ വഴിയറിയാതെ ഞങ്ങൾ നിൽക്കാറുണ്ട്. തമ്പുരാനെ, അങ്ങയുടെ ജ്ഞാനത്തെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം തിരിച്ചറിയാൻ ആർക്കാണ് സാധിക്കുക? കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഞങ്ങൾ മുന്നേറുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്നുള്ള ദൈവിക സ്വരം ശ്രവിക്കുവാനുള്ള ഹൃദയത്തുറവി ഞങ്ങൾക്ക് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും എല്ലാ വിശുദ്ധരുടെയും പ്രത്യേകമായി മാധ്യസ്ഥം ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.